ഹായ്, സുഖമല്ലേ? ഇന്നത്തെ റെസിപ്പി ഒരു ബിരിയാണി, ബീഫ് ബിരിയാണി. നന്നായി കഴുകി വെച്ച ബീഫിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും വിനാഗിരിയും ചേർക്കുക. നന്നായി മിക്സ് ചെയ്ത് റസ്റ്റ് ചെയ്യാനായി വയ്ക്കുക. ഉണക്കമുന്തിരി ചൂടായ എണ്ണയിലേക്കിട്ട് പെട്ടെന്ന് തന്നെ വറുത്തു കോരണം. കശുവണ്ടി പരിപ്പ് അല്പനേരം ഇളക്കി അതിൻ്റെ നിറമൊക്കെ മാറിയതിനു ശേഷം വറുത്തു കോരുക. 2 ടീസ്പൂൺ പെരിഞ്ജീരകം എണ്ണയിലേക്കിട്ട് മൂപ്പിക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായി വഴറ്റിയെടുക്കാം. 4 പച്ചമുളക് ചേർത്ത് ഇളക്കിയതിനു ശേഷം വലിയ ഉള്ളി സവാള ചേർത്ത് കൊടുക്കുക. മീഡിയം സൈസ് 10 സവാളയാണ് അരിഞ്ഞെടുത്തത്. സവാള നന്നായി വഴന്നു വരാൻ വേണ്ടി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴറ്റിയതിനു ശേഷം 6 തക്കാളി ചേർത്ത് വഴറ്റുക. തക്കാളി നന്നായി വെന്തതിനു ശേഷം 1 കപ്പ് തൈര് ചേർത്തിളക്കാം. പുളി കുറവുള്ള തൈര് എടുത്തോളൂ. ഇതിലേക്ക് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇവയെല്ലാം ചേർത്ത് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. മസാലക്കൂട്ടുകളെല്ലാം വെന്ത് പാകമായി. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ചു വെച്ച മീറ്റ് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി മിക്സ് ആകുന്നതിനായി അടച്ചു വെച്ച് വേവിക്കാം. നല്ല മണവും രുചിയും ലഭിക്കുന്നതിന് മല്ലിയില, പുതിനയില, കറിവേപ്പില എന്നിവ തൂവിക്കൊടുക്കാം. ടേസ്റ്റ് നോക്കിയപ്പോൾ എല്ലാം തന്നെ നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി ഉരുളി ഫ്ലെയിമിൽ നിന്നും മാറ്റി നമുക്ക് റൈസിനുള്ള പണി തുടങ്ങാം. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ചൂടാക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു 15 ഏലക്ക, 4 പട്ട, 15 ഗ്രാമ്പു ഇതെല്ലാം ചേർത്ത് വെള്ളം തിളച്ച് വരട്ടെ. അതിലേക്ക് അല്പം നാരങ്ങാ നീര് പിഴിഞ്ഞൊഴിക്കുക. അതിലേക്ക് 1.5 കിലോ ബിരിയാണി അരി, അതായത് ജോക്കറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, അതിലിട്ട് വേവിച്ചെടുക്കുക. അരി ഒരു 80% വെന്താൽ മതി, ബാക്കി ദമ്മിലിരുന്ന് വെന്തോളും. ഇനി ദം സെറ്റ് ചെയ്യാം. ഇതിലേക്ക് മീറ്റ് നിരത്തുക. ഇതിനായി കനം കൂടിയ ഒരു അടുക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ നിരത്താൻ മീറ്റ് മാത്രം എടുത്താൽ മതി. മീറ്റിന് മുകളിൽ ഒരു വാഴയില വയ്ക്കുക. റൈസും മീറ്റും മിക്സ് ആവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. പകുതി റൈസ് വാഴയിലേക്ക് നിരത്തി കൊടുക്കാം. മാറ്റിവെച്ച ഗ്രേവിയിൽ നിന്നും പകുതി ഭാഗമെടുത്ത് റൈസിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള റൈസ് കൂടി ചേർത്ത് കൊടുത്ത് മല്ലിച്ചപ്പും പുതിനയിലയും തൂവി ബാക്കിയുള്ള ഗ്രേവി കൂടി ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ലെയറായി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്തെടുക്കാം. ഇനി അല്പം നെയ്യ് തൂക്കി കൊടുക്കാം. അപ്പർ പോർഷനിൽ കാഷ്യൂനട്ടും റേസിൻസും ചേർത്ത് കൊടുക്കാം. ബിരിയാണി ദമ്മിടുന്നതിനായി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ബിരിയാണി കരിഞ്ഞു പോകാതിരിക്കാൻ പാത്രത്തിനടിയിൽ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ റൈസും മീറ്റും ലെയറായി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ.
അങ്ങനെ ഇന്നത്തെ ടേസ്റ്റി ആയിട്ടുള്ള മീൽ ഇവിടെ റെഡിയായി. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കമ്പനി കൂടി കഴിക്കാനും അഭിപ്രായം പറയാനും ഞങ്ങൾക്ക് ഇന്ന് വിരുന്നുകാരെയൊക്കെ കിട്ടി കേട്ടോ. ഫോട്ടോ ഒന്നും എടുത്തില്ല. കുട്ടികളായിരുന്നു, അവർക്കൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു. എന്നാ ശരി, ബൈ.